ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തെ എൻ്റെ കുറച്ച് തിരക്കുകളും പിന്നെ നമുക്ക് കബോർഡെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. കബോർഡ്സൊക്കെ തുടയ്ക്കണം എന്ന് വെച്ചിട്ട് കുറേ ദിവസമായി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുടയ്ക്കുന്നു, എന്നാലും എന്തൊരു പൊടിയാണോ എന്നൊന്നും പറയണ്ട. അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ടി വി യൂണിറ്റിൻ്റെ അവിടെയൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് പൊടി പിടിക്കും. അപ്പോൾ ലിവിങ്ങിലായതുകൊണ്ട് അത് എല്ലാവരും കാണുന്നു വന്നിരിക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞേച്ച് വേണം നമുക്ക് തുടയ്ക്കാനൊക്കെ ആയിട്ട് ഇറങ്ങാൻ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ഇഡ്ഡലി ആയതുകൊണ്ട് ഇന്ന് എന്താണെങ്കിലും ദോശയായിരിക്കും. പിന്നെ ഇന്നലത്തെ സാമ്പാർ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. ദോശയും സാമ്പാറും ആയിരുന്നു. പിന്നെ കുഞ്ഞിന് ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നല്ല നെയ്യൊക്കെ തേച്ച് നല്ല അവനങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ പരത്തി 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 ഇങ്ങനെ നമ്മൾ മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ കിട്ടുന്ന പോലെ അങ്ങനെ മൊരിഞ്ഞത് അത്ര ഇഷ്ടമില്ല. കുറച്ചിങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അവിടെ ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കും. പക്ഷേ എനിക്കിഷ്ടം അങ്ങനെ പരത്തി 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 ഇങ്ങനെ കടലാസ് പോലെ ആയിട്ടിരിക്കുന്നത് എനിക്കിഷ്ടം. ഇതെങ്ങനെ എൻ്റെ ഡ്രസ്സ് എന്നൊന്ന് പറയണേ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പോയില്ലായിരുന്നോ, പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പോയപ്പോൾ മേടിച്ചതാണ്. അങ്ങനെ അപ്പോൾ ഇതിന് കറണ്ട് പോയി കേട്ടോ, അതവിടെ വെട്ടമില്ലാത്ത. ഇന്ന് നല്ല വെയിലായിരുന്നേ. അയ്യോ, വെയിൽ തെളിയുമ്പോൾ തന്നെ എന്തൊരു ചൂടല്ലേ. ഇത്രയും ദിവസം മഴ പെയ്തതാണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ യൂണിഫോം കല്ലിൽ അലക്കിയിട്ട് അതവിടെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുമായിരുന്നു. അലക്കിയിട്ട് ഞാൻ ഡ്രെയിൻ ചെയ്തിടും, അപ്പോൾ പിന്നെ വേഗം ഉണങ്ങി കിട്ടുമല്ലോ. അതേപ്പത്തേനും കറണ്ട് വന്നു. പിന്നെ ഞാൻ സാമ്പാറൊന്ന് ചൂടാക്കിയിട്ട് തക്കുടൂന് കൊടുത്തു, ദോശയും സാമ്പാറും. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി. പാത്രങ്ങൾ കഴുകിയാണ് ഏറ്റവും മടുക്കുന്നതല്ലേ. അമ്മയുണ്ടെ പിന്നെ അമ്മ പാത്രം കഴുകലെല്ലാം അമ്മയുടെ പണിയാണ്. ഞാൻ കഴിച്ചത് മാത്രമേ കഴുകുള്ളൂ. ഇങ്ങനെ വലിയ വലിയ പാത്രങ്ങളൊക്കെ അമ്മ കഴുകിക്കോളും. വല്ലാത്ത പണിയാണ് പാത്രം കഴുകൽ, തുണി മടക്കി വെക്കൽ. എനിക്കിഷ്ടമില്ലാത്തൊരു പണി അതാണ്. പക്ഷെ എന്നാലും ഞാൻ ചെയ്യും കേട്ടോ. നമുക്ക് ആരും ചെയ്യാനില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുമല്ലോ. അങ്ങനെ എന്നിട്ട് ഞാൻ തുണിയൊന്ന് വെയിൽ കണ്ടുകൊണ്ട് മുറ്റത്ത് തന്നെ ഇടാമെന്ന് വെച്ചു. തുണിയല്ല ഒരുപാടൊന്നുമില്ല കേട്ടോ, യൂണിഫോം മാത്രം. ബാക്കിയെല്ലാം ഞാൻ മെഷീനകത്ത് ഇടുക ചെയ്യുന്നത്. യൂണിഫോം മാത്രമല്ല, നല്ല ഡ്രസ്സെല്ലാം ഞാൻ കല്ലിൽ അലക്കും. പിന്നെ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ഇന്നലെ അലക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, അതും ഒന്ന് വെയിൽ കൊള്ളിക്കാമെന്ന് വെച്ചു. അന്നേരം തക്കടു കടയിൽ പോകാൻ വേണ്ടി നിൽക്കുക. അന്നേരം എന്നോട് പറയുകയാണേ, അമ്മേ ഞാൻ കുടയെടുത്തുകൊണ്ട് പോകാൻ പോവാ, അമ്മ തുണി വിരിച്ചിട്ടില്ല, ഇപ്പം മഴ വന്നോളും, അതുകൊണ്ട് ഞാൻ കുടയും കൊണ്ടാണ് പോകുന്നതെന്ന് എന്നോട് പറയുകയാണ്. പിന്നെ ഞാൻ വേഗം വന്ന്, ഞാൻ പറഞ്ഞില്ലായിരുന്നു, അവന് ഇങ്ങനെ അവിടെ ആക്കി വെക്കും ബെഡ്ഷീറ്റ്. പിന്നെ ഞാനതൊന്ന് വൃത്തിക്ക് മെനയ്ക്കും മടക്കി വെക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ, അയ്യോ ഭയങ്കര വൃത്തിയിലാണല്ലോ മടക്കുന്നതെന്ന്. ഇതുണ്ടല്ലോ, ഈ എലാസ്റ്റിക് ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് ഇത് എത്ര നന്നായിട്ട് മടക്കാൻ നോക്കിയാലാവില്ല. അതുകൊണ്ട് പിന്നെ ഞാനത് അങ്ങനെ അങ്ങ് വെക്കും. പിന്നെ പുതപ്പെല്ലാം മടക്കി, ഒരാൾക്ക് രാവിലെ ക്ഷീണം കിടക്കുന്നു. എല്ലാം മടക്കി ഇതെല്ലാം ആക്കി ബെഡ്റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഞാൻ പറയുന്നു, പാട്ട് പാടുന്നു, അതുകൊണ്ടുമാണ്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഇന്നത്തെ മെയിനായിട്ടുള്ള പരിപാടി കബോർഡ് ക്ലീനിങ് തുടങ്ങി. എത്ര എപ്പോഴും ഞാൻ അടിച്ച് തുടയ്ക്കുകയൊക്കെ ചെയ്യുന്ന, പക്ഷേ എവിടുന്നാണ് ഈ പൊടി മുഴുവൻ വരുന്നതെന്ന് അറിയത്തില്ല. എങ്ങനെയെങ്കിലും ഉണ്ടാവും പിന്നെ പൊടി. എപ്പോൾ തുടച്ചാലും ഇന്നിപ്പോൾ ഇത് ഞാൻ തുടച്ചില്ലേ, നാളെ തുടച്ച് നോക്കിയാൽ നാളെ ഉണ്ടാവും പൊടി. അന്നേരം പിന്നെ 2 ദിവസമായി ഞാനിങ്ങനെ ഓർക്കുന്നത്. അപ്പോൾ പിന്നെ ഓരോ സ്ഥലത്ത് പോകൽ, വേറെ ഓരോരോ തിരക്കുകളൊക്കെ ആയിട്ട് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരുന്ന് പിന്നെ ഇന്ന് ഞാനങ്ങ് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതുണ്ടല്ലോ, ഞാൻ ഈ തുടയ്ക്കുന്ന എന്താണ് ഈ സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത്. ഇങ്ങനെ എന്ത് ക്ലോത്താണ്, ഏതാണ്ടൊരു ക്ലോത്താണ്, നമുക്ക് എത്ര പ്രാവശ്യം വേണേലും കഴുകി ഉപയോഗിക്കാം. അങ്ങനത്തെ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനത്തെ ക്ലോത്ത്, ഇങ്ങനെ മറ്റേ ടിഷ്യൂ പോലെ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പം നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വെള്ളത്തിൻ്റെ കൂടെ എന്തെങ്കിലും നമ്മൾ തറ തുടയ്ക്കുന്ന എന്തെങ്കിലും ലിക്വിഡ് ഉണ്ടല്ലോ, ഫിനോയിലോ, പിന്നെ ഞാൻ ഹൈജീനോ മാക്സ്, അങ്ങനെ
പരസ്യമൊന്നുമല്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഞാൻ ലിക്വിഡ് അതിനകത്ത് ഒഴിക്കും. അപ്പോൾ പിന്നെ നല്ല വൃത്തിയാകും. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഹാൻഡ് വാഷ് ഒഴിക്കും. ഇതൊന്നുമില്ലെങ്കിൽ ഉണ്ടാവും ഇവിടെ ഞാൻ തറ തുടയ്ക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഉണ്ടാവും ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടി. പിന്നെ ഞാൻ അവിടുത്തെ എല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് ഇതേ TV യൂണിറ്റ്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പൊടി കിടക്കുന്നത്. എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ പൊടി വരുന്നത്. ഇപ്പോഴും നമ്മൾ അടിച്ച് വാരുമ്പോഴൊക്കെ തുടയ്ക്കുന്നതാണേ, എന്നാലും എവിടെ നിന്നെങ്കിലുമൊക്കെ പൊടി വരും. അതിൻ്റെ ഇടയ്ക്ക് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. അയ്യോ, കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, അപ്പോഴത്തേന് കറണ്ട് വന്നതാണത്. എല്ലാം ഈ വൈഫൈയുടെ ഈ സംഭവമൊക്കെ ഇരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ, അതിങ്ങോട്ട് വലിച്ചു മാറ്റാൻ പറ്റത്തില്ല. അതവിടെ കണക്റ്റഡ് അല്ലേ. അങ്ങനെ എല്ലാം തുടച്ച് ഈ വൈറ്റ് കളറായതുകൊണ്ട് നമ്മൾ വേഗം പൊടി പിടിക്കും, നന്നായിട്ട് അറിയും. അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വേഗം തുടച്ച് എന്തെങ്കിലും നമ്മളുണ്ടല്ലോ ചുമ്മാതെ ഇങ്ങനെ വെറും വെള്ളത്തിൽ തുടയ്ക്കുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും അതിനകത്തൊന്ന് ഒഴിച്ചിട്ട് തുടയ്ക്കുകയാണെങ്കിലോ കുറച്ചും കൂടെ നല്ല നീറ്റാകും. പിന്നെ ഞാനിതേ പൊക്കത്തിൽ കയറുന്നിട്ട് ഇത് നമ്മുടെ കറണ്ടിൻ്റെ സംഭവങ്ങളൊക്കെ വെക്കുന്നതാണേ. അതും എല്ലാം എനിക്ക് എത്തത്തില്ല, കുറേ മേലോട്ടൊന്നും എത്തുകയില്ല. എന്നിട്ട് ഞാൻ കസേര ഇട്ടിട്ട് അതെന്താണ് അത് നമ്മുടെ പൂവ് കാണിച്ചതാണ് കേട്ടോ. ഇതെല്ലാം തക്കടുവിന് ആതിർവാനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അത് ഞാൻ എടുത്ത് കാണിച്ചതാണ്. ഇത്രേ എനിക്ക് എത്തത്തുള്ളൂ, അതിൻ്റെ മേലേക്ക് എനിക്ക് എത്തത്തുമില്ല. കസേര ഇട്ടാലും എൻ്റെ മേലെ കയറാൻ പറ്റത്തില്ല. നമുക്ക് മറ്റേ ലാഡറൊക്കെ എടുത്തിട്ട് വരണം. പിന്നെ ഞാൻ വിചാരിച്ചു ഫാനും ഇതൊക്കെ തുടയ്ക്കണമല്ലോ. ഇനിയിപ്പം ഓണാകുമ്പോഴത്തേനും എല്ലാം ഒന്ന് ഒരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ലാഡറൊക്കെ എടുത്തിട്ട് വരണം. ആ ലാഡർ എടുത്തിട്ട് വരുമ്പം നമുക്ക് എന്താണ് അതിൻ്റെ പൊക്കം തുടയ്ക്കാമെന്ന് വെച്ചു. അങ്ങനെ അയ്യോ, ഇത് ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടായിരുന്ന ഈ TV യൂണിറ്റിൻ്റെ എവിടെയാണ് കേട്ടോ. എനിക്കറിയേയില്ല ഇതെന്താണ് ഇങ്ങനെ പൊടി പിടിക്കുന്നതെന്ന്. വേറെ എവിടെയും എനിക്ക് ഇത്രയും പൊടി കണ്ടില്ല. നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. ആ TVയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഇൻവെർട്ടർ വെക്കുന്ന സംഭവമാണേ. ഇൻവെർട്ടർ വെക്കാൻ ആ TV യൂണിറ്റിൻ്റെ താഴെയായിരുന്നു നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നു ഇൻവെർട്ടർ വെക്കാൻ. അപ്പോൾ ഉണ്ട് ഇവിടെ ഇതുണ്ട്, CCTV ഉണ്ട്. അപ്പോൾ CCTVയുടെ കുറേ സംഭവങ്ങളെല്ലാം അവിടെയാണ് വെച്ചത്. അത് അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ ഇൻവെർട്ടർ അവിടെ വയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇൻവെർട്ടർ ഇവിടെ വെച്ചു. പിന്നെ ഇത് നമ്മുടെ കബോർഡാണേ. കബോർഡെല്ലാം കണ്ട തക്കടുവിൻ്റെ ട്രോഫികളാണതെല്ലാം. കബോർഡെല്ലാം തുടച്ച് വൃത്തി. ഈ കബോർഡിൻ്റെ എല്ലാം ഉള്ളു തുടയ്ക്കണതിലാണ് ഏറ്റവും കഷ്ടപ്പെടുക്കണ്ട. കൈ അതിൻ്റെ ഉള്ളിലേക്ക് കയറത്തില്ലല്ലോ. അയ്യോ, ഈ 2 കബോർഡും എനിക്ക് അങ്ങനത്തെയാണേ. ഞാൻ വെച്ചു അത് ഭയങ്കര അബദ്ധമായിപ്പോയി അങ്ങനത്തെ ആക്കിയത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഗ്ലാസ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് കൈയിട്ട് തുടയ്ക്കാനും പറ്റത്തില്ല. ഗ്ലാസ് ആയതുകൊണ്ട് പുറത്ത് തന്നെ തുടച്ചോട്ട് വൃത്തിയാവുമല്ലോ. അതിൻ്റെ ഉള്ളും കൂടെ തുടച്ചാലേ നല്ല വൃത്തിയാവുള്ളൂ. ഇത് ഞാനുണ്ടല്ലോ ഇതിൻ്റെ ഗ്ലാസ്, ജനലിൻ്റെ ഗ്ലാസും ഈ കബോർഡിൻ്റെ ഗ്ലാസ്സൊക്കെ തുടയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു സ്പ്രേ, എന്ത് സ്പ്രേ ആണോ അതിൻ്റെ പേര്, ഒരു സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മറന്നുപോയി അതെടുത്തിട്ട് തുടയ്ക്കാൻ. ഞാൻ ഇത് വെച്ച് തന്നെ അങ്ങ് തുടച്ചു. പിന്നെ നമ്മുടെ രൂപക്കോട്, അതൊക്കെ പിന്നെ എപ്പോഴും തുടയ്ക്കുന്ന കേട്ടോ. തിരി കത്തിക്കാനൊക്കെ ആകുമ്പം എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് കളയുന്നതാണ്. അതുകൊണ്ട് അവിടെ അധികം പൊടിയൊന്നുമില്ല. പിന്നെ അതിൻ്റെ താഴത്തെ കബോർഡ് നമ്മൾ ഒരെണ്ണത്തിനകത്ത് പത്രം വയ്ക്കാനും എല്ലാത്തിനകത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നിറച്ച സാധനങ്ങളാണ്. അയ്യോ, ഇത് പിന്നെ അമ്മയുടെ റൂമിലെയാണേ. എല്ലാ റൂമിലും തുടയ്ക്കണം. തുടയ്ക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ തുടയ്ക്കും. കിച്ചണിലെ ഞാൻ തുടച്ചില്ല. കിച്ചൺ എനിക്ക് തന്നെ ഒരു തുടയ്ക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കിച്ചൺ തുടച്ചില്ല കേട്ടോ. കിച്ചൺ നമുക്ക് തന്നെ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ, കിച്ചൺ ക്ലീനിങ് അങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ട് തുടച്ചില്ല. പിന്നെ ഇത് നമ്മുടെ റൂമിലെ എല്ലാ അലമാരയും ഡ്രസ്സ് മേടിച്ച് ഫുള്ളായി ഗൈസ്. അതുകൊണ്ട് നമ്മൾ വേറെ പുതിയൊരു ഇതും 2 അലമാര വേറെ മേടിച്ചു. നമുക്ക് അതിനകത്ത് കൊള്ളുന്നില്ലാഞ്ഞിട്ട്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് വേറൊന്നും വേണ്ട. സ്വർണ്ണം അങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടമില്ല ഇങ്ങനെ ഇടാൻ. പക്ഷെ എനിക്ക് ഡ്രസ്സ് എത്രയുണ്ടെങ്കിലും തികയത്തില്ല. എനിക്ക് എപ്പോഴും ഡ്രസ്സ് അങ്ങനെ വലിയ റേറ്റിൻ്റെ ഡ്രസ്സ് വേണമെന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് ഡ്രസ്സ് എത്ര കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്. എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ച് വാങ്ങിക്കുന്ന അത്രയും സന്തോഷം എനിക്ക് വേറെ എന്ത് വാങ്ങിച്ചാലും കിട്ടില്ല. അത്രയും എനിക്കിഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ താഴെ ഈ വാഷ് ബേസിൻ്റെ താഴെ ഒരു 2 കബോർഡ് ഉണ്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ ക്ലീനിങ്ങിൻ്റെ സാധനങ്ങൾ, ക്ലീനിങ്ങിൻ്റെ എന്ന് വെച്ചാൽ ബ്രഷ് അങ്ങനത്തെ അല്ല, ലിക്വിഡുകളൊക്കെ ഉണ്ടല്ലോ. ബാത്റൂം ക്ലീനിങ് ലിക്വിഡ്, ഹാൻഡ് വാഷ്, പിന്നെ ഫ്ലോർ ക്ലീനർ,
അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് ഞാൻ അതിനകത്താണ്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു മിററാണേ. ഇത് കണ്ടോ, ഞാൻ ആ ഇത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ വെച്ച് തുടച്ചപ്പോഴത്തേനും നല്ല ക്ലിയർ ആയില്ലേ. ടിഷ്യൂയോ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടല്ലോ, മിററൊക്കെ തുടച്ചാൽ നല്ല ഭംഗിയാവും, നല്ല തെളിച്ചം വരും. പിന്നെ അവിടെ നിന്നൊന്ന് കണ്ണാടിയിലൊക്കെ നോക്കി എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നല്ല കോട്ടൻ്റെ ഡ്രസ്സാണ് കേട്ടോ, നല്ല പ്യുവർ കോട്ടൺ ആണേ. നല്ല സുഖം ഇടാൻ, അങ്ങനെ ചൂട് സമയത്തൊക്കെ ഇടാൻ നല്ലതാണ്. അങ്ങനെ ഇത് തക്കടുവിൻ്റെ റൂമാണ്. അത് കണ്ടോ, അവിടെ ഇരുന്ന് കുഞ്ഞ് പഠിക്കുന്നുണ്ട്. ഞാൻ നല്ല വഴക്കം പറഞ്ഞിട്ട് ഇരുത്തി പഠിപ്പിക്കുന്നതാണ്. മാത്സ് അല്ല, സോറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.